ഹലോ ഗൈസ്, ഐ എം ആകാശ് അടുത്താണ്. ഞാൻ ആൽക്കന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും നമ്മുടെ ഡ്യൂക്ക് 250 Gen 3 മോഡലും കൊണ്ടാണ് ഞാൻ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞത് 250 ആണോ 390 ആണോ എന്നൊരു സംശയം. അത്രയ്ക്കും ലുക്ക് വൈസ് സെയിം ആണ് 390 250. ഇപ്പൊ വണ്ടി എടുത്തിട്ട് അറൌണ്ട് 428 കിലോമീറ്ററേ ഓടിച്ചിട്ടുള്ളൂ. വണ്ടി ലുക്ക് വൈസും പവർ വൈസും അടിപൊളിയാണ്. നമ്മുടെ വണ്ടിയുടെ കളർ വേരിയന്റ് വരുന്നത് എബോണി ബ്ലാക്ക് എഡിഷൻ ആണ്. ആൾക്കാരിലേക്ക് അട്രാക്ഷൻ വരുന്നത് സംഭവം ഈ ഒരു കളർ വേരിയന്റിൽ വരുന്ന ഈ ഒരു ഷോപ്പ്. നമ്മുടെ വണ്ടിക്ക് വരുന്ന എക്സോസ്റ്റ് അൺപ്രവലിയ എക്സോസ്റ്റ് ആണ്. അപ്പൊ എനിക്ക് വണ്ടി എടുത്തിട്ട് എനിക്ക് ചെറിയ ചെറിയ ഇഷ്യൂസ് തോന്നിയിട്ടുണ്ട്. ആ ഇഷ്യൂസ് നിങ്ങളിലായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതേപോലെ ഈ ഇഷ്യൂസ് എല്ലാവർക്കും ഉണ്ടെങ്കിൽ അവരൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നമ്മുടെ കീ ബോക്സിൽ ഫസ്റ്റ് ഇട്ട് നമ്മൾ റണ്ണിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഹൈവേയിൽ സിഗ്നൽ വരാണെങ്കിൽ അതിൽ ന്യൂട്രൽ ഇടുന്നുണ്ടെങ്കിൽ നമ്മ നിർത്തി കഴിഞ്ഞിട്ട് നമുക്ക് ന്യൂട്രൽ ഇടാനായിട്ട് പറ്റുന്നില്ല. അത് ഫാൾസ് ന്യൂട്രൽ പ്രിവെന്റ് ചെയ്യാനായിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഇപ്പൊ ന്യൂട്രൽ ഇടണമെങ്കിൽ നമുക്ക് നിർത്തി കഴിഞ്ഞിട്ടാണ്, റണ്ണിങ്ങിൽ വന്നിട്ട് നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ന്യൂട്രൽ ഇടാനായിട്ട് ഭയങ്കര പാടായിരിക്കും. ഇപ്പൊ കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ന്യൂട്രൽ ഇടാനായിട്ട് ഭയങ്കര സ്മൂത്തായിരിക്കും. ഒന്ന് തൊട്ട് കൊടുത്താൽ മതി, അപ്പേക്ക് നമ്മുടെ വണ്ടി ന്യൂട്രലായിരിക്കും. ഈ ഒരു സൈഡിലായിട്ട് എനിക്ക് ക്ലിക്ക് 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 ഒരു സൗണ്ട് വരുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ കുറെ പ്രാവശ്യം നോക്കുന്നുണ്ട്. പിന്നെ തിരിച്ചു നോക്കി അവിടെ ഒന്നും അനക്കത്തിന്റെ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തോ ക്ലിക്ക് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കിപ്പോ ഇത്ര ഓടിച്ചായിട്ട് എനിക്ക് മൈലേജ് കിട്ടിയത് 35 സംതിങ് ആണ്. 35.2 എനിക്ക് കാണിക്കുന്നത്. അതിപ്പോ ഞാൻ അധികം നോക്കങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചിട്ടല്ല ഇത് കിട്ടിയത്. നമ്മുടെ വണ്ടിയുടെ ലുക്ക് വരുന്നതാണ്. അതേപോലെ തന്നെ ഈ ഷോക്കപ്പിന്റെ ലുക്ക് അത് വേറൊരു ലെവൽ തന്നെയാണ്. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര അഗ്രസീവ് ലുക്കാണ് വണ്ടിക്ക്. എനിക്കൊരു മെയിൻ ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ടാങ്കിന്റെ സൈഡാണ്. ഈ ടാങ്കിന്റെ സൈഡ് ഇത് ഗ്ലോസി ആയിരുന്നെങ്കിൽ ഇത്തിരി കൂടി നന്നായതാണ്. ഇത് പാന്റ് ഒരഞ്ഞൊരഞ്ഞ് ഇവിടെ ഒരു പാട് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഭാഗം മാത്രം എനിക്ക് PPF ചെയ്യുന്നുണ്ട്. അപ്പൊ അറൌണ്ട് 5K 6K അടുത്ത് വരുന്നുണ്ട് ഈ ടാങ്ക് മാത്രം PPF ചെയ്യാനായിട്ട്. അപ്പൊ ഇതിനേക്കാളും റേറ്റ് കുറവിന് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, അതും നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് കമന്റ് ബോക്സിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഇട്ട് തരണേ. കട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണോ ലുക്ക് വൈസിന് വേണ്ടിയാണോ എന്തോ ആയിക്കോട്ടെ, ഈ ഒരു ഭാഗത്ത് ഈ ഹഗ്ഗർ ഇല്ലാത്തത് ഒരു മെയിൻ പ്രശ്നമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. വണ്ടി എടുത്ത് എത്ര ദിവസമായുള്ളൂ, അപ്പയ്ക്കിന്റെ ഇവിടെ ഫുള്ള് ചെളികളും കാര്യങ്ങളൊക്കെ തെറിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഈ പവർഫുൾ എഞ്ചിൻ അത്യാവശ്യം നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നൈറ്റ് നല്ല തണുപ്പത്ത് പോവാണെങ്കിൽ ഈ ഹീറ്റ് നമുക്ക് നല്ലതുമായിരിക്കും. പക്ഷെ നല്ല ചൂട്ടത്ത് പോകുമ്പോൾ നല്ല ഹീറ്റ് അറിയാനും പറ്റും. നമ്മുടെ TFT ഡിസ്പ്ലേയിൽ വരുന്ന ലുക്ക് ഇതാണ്. റെഡി ടു റേസ്. ഇതാണ് അതിന്റെ കൺസോളിന്റെ ലുക്ക്. സൈഡ് സ്റ്റാൻഡിന്റെ വാണിംഗ് വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ മോഡുകൾ വരുന്നത് റൈഡിങ് മോഡ്, സ്ട്രീറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ട്രാക്ക് ഉണ്ട്. ട്രാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു വേറെ മൂഡ് സാധനം വരും കേട്ടോ. ഇതല്ല, ഇതിനേക്കാളും എനിക്ക് ഇഷ്ടമായത് ഇത് ഓഫ് ചെയ്ത് ഓൺ ആക്കുമ്പോൾ ആ ഒരു ലുക്കാണ് നൈസ്. റെഡി ടു റേസ് റെഡ് കളറിൽ വന്നിട്ടൊക്കെയാണ്. ഇതിൽ അത്രയ്ക്ക് വിസിബിൾ അല്ല. ഈ ട്രാക്ക് മോഡിൽ നമുക്ക് ട്രാക്കിൽ ഓടിക്കേണ്ട എല്ലാവിധ സാധനങ്ങളുണ്ട്. ലാപ്സ് ഉണ്ട്, ടൈംസ്, മറ്റേ സ്റ്റോപ്പ് വാച്ച് പോലത്തെ ഉണ്ട്, ABS ഓഫ് ഓൺ ഉണ്ട്. എല്ലാം നമുക്ക് ഇതിൽ ചെറിയൊരു കൺസോൾ ആയിരിക്കും. വലിയ നമ്മുടെ മറ്റേലത്തെ പോലെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ സാധാ സ്ട്രീറ്റ് മോഡിൽ വരുന്ന സെറ്റിങ്സിൽ നമുക്ക് മൈലേജ്, ബാറ്ററി, ഡേറ്റ്, ട്രിപ്പ്, ഈ ഡേറ്റ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്തതാണ്. ഇതിൽ വേറെ എന്തോ ആയിരുന്നു, ഞാനത് മാറ്റിയുടെ ഫേവറേറ്റില് ഇത് ഡേറ്റ് ആക്കി ഇവിടെ ഇട്ടു. പിന്നെ ഇവിടെ കിലോമീറ്റർ എത്ര മൈലേജ്, അതായത് എത്ര പെട്രോളിൽ എത്ര കിലോമീറ്റർ പോകുന്ന കാണിക്കുന്നതാണ് ഈ ഒരു ഇത് സ്പീഡോമീറ്റർ, ഇത് ഗിയർ ഷിഫ്റ്റിംഗ്. നമുക്ക് നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ടോക്കാം. നമ്മുടെ ഇൻഡിക്കേറ്ററിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞ് ഒരു 20 സെക്കൻഡ് കഴിയുമ്പോൾ അത് തന്നെ ഓഫ് ആയിക്കോളും. നമ്മുടെ ഈ ഇതിൽ സെറ്റിങ്സിൽ നമുക്ക് ഫേവറേറ്റിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫേവറേറ്റിൽ നമുക്ക് ഇവിടെ ഓരോ ഫേവറേറ്റ് ഓരോ ഇതിനാണ്. ഇത് അടുത്തത് അതിൻ്റെ അപ്പുറത്ത് വരും ഡേറ്റ്. ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത് ഡേറ്റ് ആണ്. ഇതിൽ ബാറ്ററി, ഇതിൽ മൈലേജ്, നാലാമത്തേൽ ട്രിപ്പ് ഡിസ്റ്റൻസ്. ഇത് നിങ്ങളുടെ ഫേവറേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാന്നുള്ളൂ. ജസ്റ്റ് ഇതിലേക്ക് പോവുക, നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിങ്ങനെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇതായിരുന്നു ഇട്ടുണ്ടായിരുന്നത്, അത് തന്നെ അതിലേക്ക് തന്നെ ഇട്ടു.
ക്വിക്ക് സെലക്ടർ ആണ്. നമുക്ക് അസൈൻ ചെയ്യാൻ എന്ത് വേണമെന്നുണ്ടെങ്കിലും ബാക്ക് നാവിഗേഷൻ, ഓഡിയോ, ട്രിപ്പ് 1, 2, ABS ഓഫ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കണക്ടിവിറ്റി, ബ്ലൂടൂത്ത്, ഫോൺ പെയറിങ്, ഹെഡ്സെറ്റ് ടൈപ്പ്, നമ്മുടെ കോഡ്, അത് ഏത് ടൈപ്പ് വേണം, ബ്ലൂടൂത്ത് ആണോ അതോ കോഡ് ആഡാണോ, അങ്ങനെയൊക്കെ അതിൽ ഓപ്ഷൻസ് ഉണ്ട്. അടുത്ത് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വിക്ക് ഷിഫ്റ്റാണ്. ക്വിക്ക് ഷിഫ്റ്റ് അപ്പും ഉണ്ട് ഡൗണും ഉണ്ട്. നമുക്ക് ക്വിക്ക് ഷിഫ്റ്റ് ഓണാക്കി ഇടുന്നതായിരിക്കും ഇത്തിരി കൂടി സ്മൂത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്ത് വരുന്നത് നമ്മുടെ ഷിഫ്റ്റ് ലൈറ്റിംഗ് ആണ്. ബട്ട് എനിക്കിത് 1000 കിലോമീറ്റേഴ്സിൽ മാത്രമേ ഇത് അൺലോക്ക് ആവുള്ളൂ. പിന്നെ നമ്മുടെ ക്ലോക്ക്, ഡേറ്റ്, അങ്ങനത്തെ സെറ്റപ്പാണ്. ഡേറ്റ്, ക്ലോക്ക് ഫോർമാറ്റ്, ഡേറ്റ് ഫോർമാറ്റ്, ആ ഒരു സാധാ നോർമൽ സംഭവം. പിന്നെ യൂണിറ്റ്സ്, കിലോമീറ്റർ, നമ്മുടെ മൈലേജ് കിലോമീറ്ററിൽ വേണോ അങ്ങനെ, അത് ഡിസ്റ്റൻസ് നമ്മുടെ സെറ്റ് ചെയ്യുന്നതാണ് ഇതൊക്കെ. ടെമ്പറേച്ചർ, പിന്നെ കൺസംഷനാണ് മൈലേജിൻ്റെ ഇത് ഡിസ്റ്റൻസ് നമ്മുടെ കിലോമീറ്ററിലായിരിക്കും ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് ലാംഗ്വേജ്, ഏത് ലാംഗ്വേജ് വേണോ ആ ലാംഗ്വേജ് നമുക്കിൽ ഇതാക്കാം. പിന്നെ എക്സ്ട്രാ ഫങ്ഷൻസ്, കോള്, ഓഡിയോ, നാവിഗേഷൻ, റിമോട്ട് കൺട്രോൾ മോഡ്, ഇതൊക്കെ അൺലോക്ക് ആവണമെങ്കിൽ 1000 കിലോമീറ്റേഴ്സ് കഴിയണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ABS ഓൺ ഓഫ് ചെയ്യുക, ഞാൻ എപ്പോഴും ABS ഓണാക്കി ഓടിക്കാനേ പറയുള്ളൂ. അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചിരിക്കും. ഈ സ്റ്റണ്ട് ചെയ്യാനും ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണെങ്കിൽ ABS ഓഫ് ചെയ്താലാണ് നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. സേഫ്റ്റി പ്രിക്കോഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ABS എപ്പോഴും ഓൺ ആയിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. ഇത് നമ്മുടെ ഇത് വരുന്നതാണ് നമ്മുടെ കൂളൻ്റ്, ഫ്യൂവല്, ബാറ്ററി, ഓഡോമീറ്റർ, സർവീസ്. അങ്ങനെ സർവീസ് അടുത്ത് വരുന്നത് ഡ്യൂയിൻ 572 കിലോമീറ്റർ കഴിയുമ്പോഴാണ്. കൂളൻ്റ് 53 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. നാവിഗേഷൻ ഞാൻ ഇട്ട് നോക്കി, എനിക്ക് അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അത് നാവിഗേഷൻ നമ്മുടെ ഫോണിൽ KTMൻ്റെ ഒരു ആപ്പുണ്ട്. ആ ആപ്പ് വെച്ച് തന്നെ നമുക്ക് കയറിയിട്ട് അതിൽ നമ്മുടെ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നാവിഗേഷൻ സെറ്റാവും. ജസ്റ്റ് 10/10 നാവിഗേഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ആരോ വരും എന്ന് മാത്രമേ. ഈ ഗാർഡ് ഇവിടെ കൊടുത്താൽ നമ്മുടെ ലൈറ്റിനൊരു പ്രൊട്ടക്ഷനും കൂടി ഉണ്ട്. ഓവറോൾ നമ്മുടെ വണ്ടി നോക്കുകയാണെങ്കിൽ കിടിലനാട്ടാ. ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം പോയി ബുക്ക് ചെയ്തോ. അപ്പൊ ഞാൻ ഈ വണ്ടി എടുത്ത് നമ്മുടെ KTM അങ്കമാലി ഷോറൂമിൽ നിന്നാണ്. അവിടെ ഹിനു എന്ന് പറഞ്ഞ ചേട്ടനാണ് ഈ വണ്ടി സെറ്റാക്കി തന്നത്. പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പുള്ളിക്കാരൻ നല്ല സപ്പോർട്ടീവ് ആയിട്ട് എനിക്ക് ഈ വണ്ടി എടുക്കാനായിട്ട് കാര്യങ്ങളൊക്കെ എപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ച് അന്നടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. വണ്ടി എങ്ങനെയാണ് റേറ്റ്, അത് ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പൊ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2025 മോഡല് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് 285 റേറ്റിന് കിട്ടും. അതല്ല 26 മോഡലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് പ്രൈസ് ഹൈക്ക് ഉണ്ട്. സോ അത് നിങ്ങൊന്ന് തിങ്ക് ചെയ്യുക. സോ അതാണ് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ ഓഫ് ദ പ്രൈസ്. അപ്പൊ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ പുള്ളിക്കാരൻ തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കാം. പുള്ളിക്കാരൻ നല്ല ഡിസ്കൗണ്ട് സെറ്റ് ആക്കി തരുമായിരിക്കും എന്ന് വിശ്വസിക്കാം. സോ അപ്പൊ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.